ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോവക്ക വെച്ചിട്ടുള്ള ഒരു വറവാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അടിപൊളിയാണ്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റും ഈസിയുമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അതിലേക്ക് കടുക് ഒന്ന് പൊട്ടിക്കുക. പിന്നെ ഒരു ചെറിയൊരു ഹാഫ് ഉള്ളിയും അതേപോലെ തന്നെ എരിവിനുള്ള ആവശ്യത്തിനുള്ള പച്ചമുളക്. അപ്പം പച്ചമുളകിൻ്റെ എരിവിൻ്റെ എണ്ണം നിങ്ങളാണ് നോക്കേണ്ടത്, കാരണം ഓരോ പച്ചവിനും ഓരോ എരിവുകളാണ്. അപ്പോൾ ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം തക്കാളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഇത് ഓയിൽ തന്നെ ഒന്ന് വറുത്ത് കൊടുക്കുക. അപ്പം നല്ലൊരു ടേസ്റ്റും കൂടി വരുന്നതാണ്. ഇനി കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിൽ തന്നെ ഒന്ന് പറ്റി കൊടുക്കുക. അപ്പം തീ കുറച്ചിട്ട് വേണം നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട്, എല്ലാം കരിഞ്ഞു പോകും. ഇനി ഇതുപോലെ കോവയ്ക്ക നമ്മൾ 1നെ 4 നീളത്തിൽ കട്ട് ചെയ്തതാണ്. കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. കുക്കറിലാണെങ്കിൽ നമുക്ക് ഒറ്റൊരു വിസിൽ മതി. ഇനി നമ്മൾ ഇതിൽ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി ഒന്നെങ്കിൽ ചതച്ചിട്ടെടുക്കുക, ഇതേ ഇല്ലെങ്കിൽ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഫുള്ളായിട്ട് മിക്സ് ചെയ്താൽ കുറച്ച് വെള്ളം ബാക്കിയിട്ട് അത് നമ്മുടെ തേങ്ങയൊക്കെ ഇടുന്ന സമയത്ത്, നമ്മൾ വെന്തിട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇതേപോലെ മതി. നല്ല മണമൊക്കെ വരുന്നുണ്ട് വെളുത്തുള്ളിൻ്റെയും തേങ്ങേൻ്റെയും ഒക്കെ. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. കണ്ടോ, സിമ്പിളാണ്, അതുപോലെ നല്ല ടേസ്റ്റിംഗ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് ആയിരിക്കാം. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ. സ്റ്റേഡിയം.